സ്വീഡിഷ് ലാപ്ലാൻഡായ കിരുണയിൽ ഞങ്ങൾ ഇന്ന് രണ്ടാമത്തെ ദിവസമാണ്. ഞങ്ങൾ ഇവിടെ വരാനുള്ള മെയിൻ റീസൺ നോർത്തേൺ ലൈറ്റ്സ് അല്ലെങ്കിൽ അറോറ കാണാനായിരുന്നു. പക്ഷേ ഇന്നലെ രാത്രി നമുക്കൊന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ നാളെ രാത്രിയും കൂടി ഞങ്ങൾ ഇവിടെ ഉണ്ട്. ഇവിടെ നമുക്ക് നോർത്തേൺ ലൈറ്റ്സ് ഹണ്ടിങ് എന്ന് പറഞ്ഞിട്ട് ടൂർ പാക്കേജസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വളരെയധികം കോസ്റ്റ്ലിയാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അതില്ലാതെ തന്നെ ഞങ്ങൾക്ക് കാണാൻ പറ്റുമെങ്കിൽ നമുക്ക് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളത് എടുത്തില്ല. പക്ഷേ ഇന്നും കൂടി ഇനി കാണാൻ പറ്റില്ലെങ്കിൽ നാളെ ഞങ്ങൾക്കത് എടുക്കേണ്ടി വരും. ഇന്ന് ഞങ്ങൾ ലോകത്തിലെ ആദ്യത്തെ ഐസ് ഹോട്ടൽ കിരുണയിലാണ്. അപ്പോൾ അത് കാണാനാണ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ശരിക്കും പറഞ്ഞാൽ കിരുണ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം തന്നെയാണ്. അത്രയ്ക്ക് ഭംഗിയുള്ള ഓരോ സ്ഥലവും ഏത് ഭാഗത്തേക്ക് നോക്കിയാലും എങ്ങോട്ട് തിരിഞ്ഞാലും ശരി നല്ല രസമുള്ള കാഴ്ചകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു ചെറിയ കിളി പോയ അവസ്ഥയിലായിരുന്നു. ഇന്ന് ഈ ഐസ് ഹോട്ടലിലും കൂടി വന്നപ്പോൾ അത് പൂർത്തിയായി. ഒരു വണ്ടർലാൻഡിൽ എത്തിയ പോലത്തെ ഒരു പ്രതീതിയായിരുന്നു. അപ്പോൾ ഇന്ന് ഐസ് ഹോട്ടലിൽ കുറച്ച് കാഴ്ചകൾ കാണാം. ആർട്ടിക് സർക്കിളിൻ്റെ അകത്തുള്ള ഈ ഐസ് ഹോട്ടൽ കിരുണയിൽ നിന്നൊരു 17 കിലോമീറ്റർ പോകണം. ലോകത്തിലെ തന്നെ ആദ്യത്തെ ഐസ് ഹോട്ടലാണിത്. 1989 ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കിയത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ കൊല്ലവും ഇത് വിൻ്ററിൽ പുതുതായിട്ട് ഉണ്ടാക്കണം. കാര്യം സമ്മർ ആകുമ്പോൾ ഇത് ഫുൾ ഉരുകി പോവും. അപ്പോൾ ഈ ഐസ് ഹോട്ടൽ എല്ലാ കൊല്ലവും അവർ പുതിയ പുതിയ തീമിലും പുതിയ പുതിയ ഡിസൈനിലും ലോകത്തിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഡിസൈനേഴ്സ് വന്നിട്ടുണ്ടാക്കുന്നതാണ്. ധാരാളം ആളുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ ഐസ് ഹോട്ടൽ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് വരാറുണ്ട് എല്ലാ കൊല്ലവും. സാധാരണ 5 സ്റ്റാർ ഹോട്ടലുള്ള പോലെ എല്ലാ ഫെസിലിറ്റീസും ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു 50-55ഓളം റൂമുകളുണ്ട് വിവിധ തരത്തിലുള്ളത്. 1 നൈറ്റ് സ്റ്റേ ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു 50,000 to 65,000 ആവും ഒരു റൂമിന്. അപ്പോൾ 6 മണി വരെയാണ് വിസിറ്റേഴ്സ് അലൗഡ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ബുക്ക് ചെയ്ത ആൾക്കാർക്ക് വേണ്ടി അലോട്ട് ചെയ്യും. പിന്നെ അവർ ചെക്ക് ഇൻ ചെയ്യും. അപ്പോൾ അവർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ സാധനങ്ങളും ഒക്കെ വയ്ക്കാനായിട്ടൊരു ലോക്കറും പിന്നെ സ്ലീപ്പിംഗ് ബാഗ് സെപ്പറേറ്റ് ആയിട്ട് അവരെല്ലാം അതൊക്കെ അവർ ബൂട്ട്സ് ഒക്കെ കൊടുക്കും. -25 ഡിഗ്രീസ് വരെ നമുക്ക് ഒരു പ്രയാസവും ഇല്ലാണ്ട് ആ സ്ലീപ്പിംഗ് ബാഗിൽ കിടക്കുകയാണെങ്കിൽ സർവൈവ് ചെയ്യാമെന്നാണ് പറയുന്നത്. പിന്നെ മാത്രമല്ല അവരെല്ലാം വളരെ പ്രൊട്ടക്റ്റഡ് ആണ്. കാര്യം എന്ന് വെച്ചാൽ എല്ലാവർക്കും എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ എല്ലാത്തിനും ആൾക്കാർ എപ്പോഴും അവൈലബിൾ ആയിരിക്കും. സ്റ്റാഫ് എപ്പോഴും ഉണ്ടാവും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഫുഡ് എല്ലാം ഉണ്ട്. പിന്നെ നമുക്ക് വാമായിട്ടുള്ള സ്ഥലം വേണമെന്നുണ്ടെങ്കിൽ അതിനും ഒരു എക്സ്ട്രാ റൂം നമുക്ക് തരും. അപ്പം നമുക്ക് വാമർ ഏരിയയിൽ പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പോവുകയും ചെയ്യാം. ഇതാണ് ഹോട്ടലിൽ കയറുന്ന എൻട്രൻസ്. അപ്പോൾ അതിൻ്റെ ഡോറ് വെച്ചിരിക്കുന്നത് റെയിൻഡിയറിൻ്റെ സ്കിന്നിൻ്റെ ആ ഒരു ഇതുകൊണ്ടാണ്, തോലുകൊണ്ടാണ്. ഈ ചുറ്റും കാണുന്നതൊക്കെ ഈ ഹോട്ടലിൻ്റെ ഉള്ളിലുള്ള റൂംസ് ഒക്കെയാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ കാണുന്നില്ല ഐസായിട്ട്, അതൊക്കെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ അകത്ത് കയറി കഴിഞ്ഞാൽ ഈ ഭാഗത്തേക്കൊക്കെയാണ് ഓരോ റൂംസും അകത്തുള്ള ലോബിയും ഒക്കെ ഇതിനകത്താണ് വരിക. ഈ ഐസ് ഹോട്ടലിൻ്റെ ബാക്കിൽ തന്നെ തോൺ റിവർ ഉണ്ട്. അത് വിൻ്റർ ആകുമ്പോഴത്തേക്കും നല്ല ഐസ് ഫോം ചെയ്യുമല്ലോ. അപ്പോൾ അത് കട്ട് ചെയ്തിട്ടാണ് അവർ കൊണ്ടുവന്നിട്ട് ഇവിടെ ഓരോന്ന് ഇത് ഇങ്ങനെ ഓരോ പീസായിട്ട് കൊണ്ടുവന്ന് വെക്കുന്നത്. നമുക്ക് തൊട്ട് നോക്കിയാൽ നമുക്ക് ആ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഇതാണ്. അത് അവർ കട്ട് ചെയ്യും. ഇതാണ് ഹോട്ടലിൽ കയറുന്നതിൻ്റെ എൻട്രൻസ്. അതിനകത്ത് നമ്മൾ വാതിൽ തുറക്കുമ്പോൾ തന്നെ ശരിക്കും നമുക്കങ്ങനെ ഒരു മാജിക്കൽ എക്സ്പീരിയൻസ് തന്നെയാണെന്ന് പറയാതെ വയ്യ. അത്രയ്ക്ക് ഭംഗിയാണ് എൻ്റെ ഉള്ളിൽ ആ കയറുന്ന എൻട്രൻസ് തന്നെ. ഇതാണ് നമ്മൾ ആദ്യം കയറുമ്പോൾ കാണുന്ന വ്യൂ. ശരിക്കും നമ്മൾ ഏതോ ഒരു സ്വപ്നലോകത്താണെന്ന് തന്നെ നമുക്ക് തോന്നുള്ളൂ. ഇവിടെ ഇങ്ങനെ ഐസിൽ എൻഗ്രേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ആരാണ് ഡിസൈൻ ചെയ്തത്, അങ്ങനെ ആ ഡീറ്റെയിൽസ്, അതിൻ്റെ QR കോഡ്, അങ്ങനെയൊക്കെ ആ ഒരു ഐസ് ഹോട്ടലിനെ പറ്റിയുള്ള ഡീറ്റെയിൽസൊക്കെ അവിടെ നോക്കി നമുക്ക് കിട്ടും. ശരിക്കും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞാൽ മനസ്സിലാവില്ല, അത് കണ്ടാലേ മനസ്സിലാവുള്ളൂ. അത്രയ്ക്ക് ഭംഗിയുള്ള ഒരു സ്ഥലമായിരുന്നു.
ഇവിടെ നിന്ന് നേരെ പോവുകയാണെങ്കിൽ ഒരു ഹാള്, അവിടെ ഒരു ചാപ്പൽ പോലെയൊക്കെ ഉണ്ട്. ഈ സൈഡിൽ കൂടി പോവുകയാണെങ്കിൽ റൂംസിൻ്റെ ഓരോരോ സ്ഥലങ്ങളാണ്. ഞങ്ങളങ്ങനെ ആദ്യം ആ സൈഡ് റൂമിൽ കൂടി നമുക്ക് എവിടെ പോകണമെന്ന് തന്നെ അറിയാൻ വയ്യ. കാര്യം അത്രയ്ക്ക് നമ്മൾ ശരിക്കും ഒരു കിളി പോയ അവസ്ഥ തന്നെയായിരുന്നു. അങ്ങനെ നമ്മളിങ്ങനെ അന്തം വിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ ഇതാണ് ഫസ്റ്റ് റൂം ഞങ്ങൾ പോയത്. ഇത് 201 to 206 വരെ ഈ ലൈനിലാണ്. അങ്ങനെ സാധാരണ ഹോട്ടൽ പോലെ തന്നെ ഐസാണെന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ നമുക്ക് അകത്ത് പോകുമ്പോൾ കുറച്ചൊരു ഒരു തണുപ്പ് കൂടുതൽ ഫീൽ ആവും. പക്ഷെ എന്നാലും പ്രശ്നമൊന്നുമില്ല. അവർ ആ ഓക്സിജനും ഒക്കെ ശരിക്കും അതിനകത്ത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഞങ്ങൾ പോയ ഫസ്റ്റ് റൂം. ഇതാണ് എൻട്രൻസ്. നമ്മൾ കയറി വരുമ്പം ഞങ്ങൾ സൈഡിലേക്ക് പോയില്ലേ, ഇത് നേരെ പോയി കഴിഞ്ഞാൽ ഉള്ള ആ ഒരു ഇതാണ്. അത് നേരെ പോയ ഒരു ഹാളാണ്. ആ ഹാളിൽ കുറേ കസേര കിട്ടുന്ന ഒരു ചാപ്പൽ പോലെ, അവിടെ നമുക്ക് പ്രാർത്ഥിക്കാനും ഒക്കെ പറ്റുന്നൊരു സ്ഥലം. ഞാൻ എത്ര എക്സ്പ്ലെയിൻ ചെയ്താലും അത് കുറഞ്ഞു പോകും. അത്രയ്ക്ക് ഭംഗിയായിരുന്നു. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടാവും. അത്ര രസമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. നമ്മുടെ തണുപ്പും ആ ഒരു ഇതൊന്നും നമ്മൾ ഓർക്ക് തന്നെയില്ല ഇതിനകത്ത് കയറുമ്പോൾ. ശരിക്കും പറയാതെ വയ്യ, ഇതൊരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളേതൊരു മാജിക്കൽ വേൾഡിൽ, ഏതൊരു വണ്ടർലാൻഡിലെത്തിയ അവസ്ഥ തന്നെയാണ് ഇവിടെ വരുമ്പോൾ നമുക്ക് ഫീൽ ആവുക. അതിലുമൊക്കെ അപ്പുറം എന്താണെന്ന് വെച്ചാൽ ഓരോ കൊല്ലവും ഇത് റീബിൽഡ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ആ എഫേർട്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതിങ്ങനെ ഓരോ റൂമിലേക്ക് പോകുന്ന കോറിഡോർ പോലുള്ള സ്ഥലത്ത് കുറച്ച് ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ട്, ലൈറ്റൊക്കെ വെച്ചിട്ട്, അത് അങ്ങനെ ഒരു ഏരിയ ആണിത്, ആ പാസേജ്. അപ്പോൾ അടുത്ത റൂമിലേക്ക് പോകാൻ അടുത്ത ഒരു പാസേജ് വരും. അപ്പോൾ ഇവിടെ അടുത്ത റൂം വരും. അപ്പോൾ അങ്ങനെ ഓരോന്നും ശരിക്കും ഹോട്ടലിൽ എങ്ങനെയുണ്ടോ അതേപോലെ വെളിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. റൂം നമ്പറും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്, 206. അപ്പോൾ ഓരോന്നിനും ഓരോ തീമാണ്. ഇതിനകത്ത് ബാത്റൂംസ് ഒന്നുമില്ല. നമുക്കൊരു ഐസ് ഹോട്ടലിൽ താമസിച്ചിട്ടുള്ള ഒരു സ്ലീപ്പിംഗ് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് രാത്രി മാത്രം നമുക്ക് ഇതിനകത്ത് പറ്റുള്ളൂ. ഇതൊരു ലൈബ്രറി പോലെ കുറേ ബുക്സ് വെച്ചിട്ടുണ്ട്. ഈ ഓരോ ബുക്കും ഐസ് കൊണ്ട് ഉണ്ടാക്കിയ ഓരോ കട്ടകളാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഇരിക്കുന്ന ഈ കസേരയും അതേപോലെ ഐസാണ്. എല്ലാം ഐസാണ്. ഈ ബെഡ് ഒഴിച്ച്, ബെഡും അതിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന തലേണ്ണയും പിന്നെന്താ ആ ഒരു പുതപ്പും വെച്ചിട്ടുണ്ട്. അത് റെയിൻഡിയറിൻ്റെ ഇതാണ്. അപ്പോൾ അങ്ങനെ ഓരോ സംഗതിയും ഐസാണ്. ഇതൊരു റെസ്റ്റോറൻ്റ് ആണ്. ഈ ഇരിക്കുന്നൊക്കെ ഒരു ഗ്ലാസ്സുകളാണ്. ആ ഗ്ലാസ്സിനകത്ത് നമുക്ക് ഡ്രിങ്ക്സ് ഒക്കെ സെർവ് ചെയ്ത് തരും. അതും ഐസിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ അതേപോലെ ഇവിടെ ഇരിക്കാനായിട്ട് കുറേ ബെഞ്ചസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുന്നവർക്ക് ഇതാ മുകളിൽ കയറി പോയാൽ അവിടെ കുറച്ച് ബെഞ്ചുകളുണ്ട്. ആ ബെഞ്ചുകളിൽ ഇരുന്ന് നമുക്ക് ഡ്രിങ്ക്സ് കഴിക്കാം. അപ്പോൾ അങ്ങനെ അതും ഉണ്ട് അതിനകത്ത്. ഇതൊക്കെയാണ് ബഞ്ചുകളൊക്കെ ഉള്ളത്. നമുക്ക് അവിടെ ഇരുന്ന് കഴിക്കാം. അപ്പുറത്തെ സൈഡിലാണെങ്കിൽ ഒരു ചെറിയ റൂം പോലെയുണ്ട്. അവിടെ ഇരുന്ന് വേണമെങ്കിൽ നമുക്ക് പ്രൈവസിക്ക് അങ്ങനെ ഇരിക്കാം. അപ്പോൾ അങ്ങനെ അതൊക്കെ നല്ലൊരു കൺസെപ്റ്റ് അല്ലേ? അതൊക്കെ നല്ല രസമായിട്ട് തോന്നി. പിന്നെ ഞങ്ങളിങ്ങനെ കുറേ റൂമുകൾ പോയി, എല്ലാം ഞാനത് കാണിക്കുന്നില്ല. പിന്നെ അതേപോലെ ഇതൊരു എക്സിബിഷനാണ്. അപ്പോൾ അവരെങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയത്, എന്ന് മുതൽ തുടങ്ങിയത്, അങ്ങനത്തെ കുറച്ച് ഫോട്ടോസും അതിൻ്റെ ഡിസ്ക്രിപ്ഷനും ഒക്കെ ചെയ്തിട്ട് ഒരു എക്സിബിഷൻ പോലെ വെച്ചിരിക്കുകയാണ്. പിന്നെ ഇവിടെ താമസിക്കാൻ വരുന്നവരൊക്കെ ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും. അവർക്കൊരു ക്ലാസ് ഒക്കെ കൊടുക്കും. കാര്യം നമ്മളെങ്ങനെ ഇവിടെ താമസിക്കണം, നമ്മൾ ഏത് തരത്തിൽ ഡ്രസ്സ് ചെയ്യണം, ആ ഡ്രസ്സും അവർ പ്രൊവൈഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ ബാത്റൂം ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പം നമുക്കായിട്ട് വേറെ ഒരു ലോക്കർ ബാത്റൂം ഫെസിലിറ്റീസ് ഉണ്ടാവും. സോന ബാത്ത് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. പിന്നെ ഒരു കുറച്ചും കൂടി വാമറായിട്ടുള്ള ഒരു ഏരിയ ഉണ്ടാവും. അതൊക്കെ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ തരും. അപ്പം നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പോകാനും ഒക്കെ ഉള്ള സൗകര്യമുണ്ട്. ഐസ് ഹോട്ടലിന് ചുറ്റുമുള്ള സ്ഥലമൊക്കെ വളരെ വലിയ കോമ്പൗണ്ടാണ്. അവിടെ തന്നെയാണ് റെസ്റ്റോറൻറ്റ്, പിന്നെ ഈ വാം റൂംസ്, പിന്നെ അതേപോലെ എനിക്ക് തോന്നുന്നു ഈ സ്ലെഡ്ജിങ് അങ്ങനത്തെയൊക്കെ കുറേ എൻ്റർടൈൻമെൻറ്റ്സും ഒക്കെ ഇതിനകത്ത് പ്രൊവൈഡഡ് ആണെന്നാണ് തോന്നുന്നത്. അപ്പം അങ്ങനെ കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള സ്പോർട്സും ഒക്കെ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഐസ് ഹോട്ടൽ വിശേഷങ്ങൾ. ഞങ്ങളങ്ങനെ വേഗം തിരിച്ചു പോയി. കാരണം നമുക്ക് നോർത്തേൺ ലൈറ്റ്സ് കാണാൻ പറ്റും എന്ന് വിചാരിച്ചിട്ടേ.
പക്ഷേ ഞങ്ങൾക്ക് കാണാൻ പറ്റാത്തതുകൊണ്ട് നെക്സ്റ്റ് ഡേ ഞങ്ങൾ ഒരു ഗെറ്റ് യുവർ ഗൈഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ടൂർ ഓപ്പറേറ്റേഴ്സിൻ്റെ ഒരു ഇത് ബുക്ക് ചെയ്യേണ്ടി വന്നു, ടൂറ്. അപ്പോൾ അവർ ഞങ്ങളെ 120 കിലോമീറ്റേഴ്സ് ദൂരെ കൊണ്ടുപോയിട്ട് ക്ലൗഡൊന്നും ഇല്ലാത്ത ഒരു ഏരിയയിൽ കൊണ്ടുപോകും. അപ്പോൾ അവിടുന്ന് നമുക്ക് മോശമില്ലാത്ത രീതിയിൽ കാണാൻ പറ്റി. എന്നാലും വളരെ ഡാൻസിങ് ആയിട്ടുള്ള സ്കൈ ഒന്നും കണ്ടില്ല, എന്നാലും മോശമില്ലാത്ത രീതിയിൽ നമുക്ക് കാണാൻ പറ്റി. ഈ അറോറ വളരെ അൺപ്രഡിക്റ്റബിൾ ആണല്ലോ, അപ്പം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ അവർ കഴിയുന്നിടത്തോളം അതിന് ചാൻസസ് പോസിബിലിറ്റീസ് കൂടുതലുള്ള സ്ഥലത്ത് കൊണ്ടുപോയി നമ്മളെ കാണിക്കും. ആ ഒരു പാക്കേജ് എടുത്തുകൊണ്ടാണ് ഞങ്ങൾക്ക് കാണാൻ പറ്റിയത്. ആക്ച്വലി നല്ല വെൽ ഓർഗനൈസ്ഡ് ആണ്. അവർ നന്നായിട്ട് നമ്മളെ കാണിച്ചു തരും. ഞങ്ങൾ പോയ ദിവസങ്ങളിൽ ശരിക്കും നല്ല പോസിബിലിറ്റി ഉള്ള ദിവസമായിരുന്നു. അപ്പോൾ പക്ഷെ നമുക്ക് ഫോർകാസ്റ്റൊക്കെ അവർ കാണിക്കും, നമ്മൾ ഈ റെയിൻ ഫോർകാസ്റ്റ് പോലെ. അപ്പോൾ അതിനകത്തൊക്കെ 100% പോസിബിലിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ എന്തോ നമുക്ക് അത്രയധികം കാണാൻ പറ്റിയില്ല. പക്ഷെ എന്നാലും ഞങ്ങൾ വളരെ ഹാപ്പി ആയിരുന്നു. കാര്യം വെച്ചാൽ ഞങ്ങൾക്ക് ഇത്രയും തന്നെ കാണാൻ പറ്റുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചതല്ല. അപ്പം ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഇതുപോലെ ഒരു ഗൈഡഡ് ടൂർ എടുക്കുകയാണെങ്കിൽ നമുക്ക് എത്ര ലീസ്റ്റ് പോസിബിലിറ്റി ഉണ്ടെങ്കിലും നമുക്ക് അത്രയെങ്കിലും കാണാൻ പറ്റും. അതും ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ഫോർ എ ലൈഫ് ടൈം തന്നെയായിരുന്നു. അപ്പോൾ ഇനി കുറച്ച് നല്ല വിശേഷങ്ങളായിട്ട് വേറെ ദിവസം വരാം. അതുവരെ എല്ലാവർക്കും ബൈ.